പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിന് യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം, അതിൻ്റെ 2-ാം ഭാഗം മാത്രം. അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധമായ ജീവനുണ്ടാകുവാനും അത്രേ ഞാൻ വന്നത്. I have come that they may have life and life in all its fullness. കഴിഞ്ഞ കുറഞ്ഞ പക്ഷം 40 വർഷങ്ങളിലായിട്ടെങ്കിലും യേശുവിൻ്റെ ഈ ഒരു പ്രസ്താവനയെ നിരന്തരമായി പിന്തുടരുകയും ധ്യാനിക്കുകയും ഇതിൻ്റെ അർത്ഥതലങ്ങളെ സവിനയം അന്വേഷിക്കുകയും ചെയ്ത ഒരു അനുഭവം എനിക്കുണ്ട് എന്നത് വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ഈ സമയത്ത് രേഖപ്പെടുത്തുന്നത്. എന്നെ വളരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം, ഈ ഒരേ ഒരു വാചകത്തിൽ കൂടെ യേശുവിൻ്റെ ആത്മീയ ദർശനത്തിൻ്റെ വിവിധ വശങ്ങളെ, മുഖങ്ങളെ നമുക്ക് പരിചയപ്പെടാൻ കഴിയും. അത് യേശുവിൻ്റെ പ്രസ്താവനകളുടെ ഒരു പ്രത്യേകത തന്നെയാണ്. താൻ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും പരസ്പര പൂരിതമാണ്. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ പഠിപ്പീരുകളുടെ ആകത്തുക ഉൾക്കൊണ്ടിട്ട് അതിനോടുള്ള ബന്ധത്തിൽ പ്രത്യേകമായ പ്രസ്താവനകളെയും പഠിപ്പീരുകളെയും മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ മാത്രമേ യേശു എന്താണ് ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് മനസ്സിലാകുവാൻ ഇടയാകുകയുള്ളൂ. നമ്മുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന വചന ശുശ്രൂഷയിലുള്ള സമീപനം ഇതിൽ നിന്ന് ഏതാണ്ട് വ്യത്യസ്തമാണ് എന്ന് മനസ്സോടെ ഞാൻ സൂചിപ്പിക്കുകയാണ്. ഒരു വാചകം അല്ലെങ്കിൽ ഒരു വാക്യം അടർത്തിയെടുത്ത് അതുകൊണ്ട് അവിടെയും ഇവിടെയും ഓടിപ്പോയി താൽക്കാലികമായ ഒരു അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ ജനപ്രീതി അല്ലെങ്കിൽ സന്തോഷം, സമാധാനം പ്രാപിക്കത്തക്കവണ്ണം യേശുവിൻ്റെ ആത്മീയ ദർശനത്തിൻ്റെ ആഴങ്ങളെ അവഗണിച്ചുകൊണ്ട് വചന ശുശ്രൂഷ നടത്തുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇത് ആത്മീയമായ ഒരു വിധത്തിലും സാധൂകരിക്കാൻ സാധ്യമല്ല. ഇതുകൊണ്ട് ആർക്കും ആത്മീയ വർധന ഉണ്ടാകില്ല എന്നത് ഒന്ന് സൂചിപ്പിക്കുക മാത്രം ചെയ്തുകൊള്ളട്ടെ. ഇനി യേശുവിൻ്റെ പ്രസ്താവന വളരെ ശ്രദ്ധേയമായ, അർത്ഥഗാംഭീര്യമുള്ള, ആത്മീയമായ വെളിച്ചം നിറഞ്ഞു തുളുമ്പുന്ന ഈ ഒരു പ്രസ്താവന, ഇത് ദൈവികമായ മനസ്സിൽ നിന്ന് മാത്രമേ ഉദിക്കുകയുള്ളൂ എന്നതിനെപ്പറ്റി എനിക്ക് വലിയ നിശ്ചയമുണ്ട്. മനുഷ്യബുദ്ധി കൊണ്ട് ഇപ്രകാരമുള്ളൊരു പ്രസ്താവന നടത്തുവാൻ സാധ്യമല്ല. അവർക്ക് ജീവനുണ്ടാകുവാനും, ഇവിടെ ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത് യേശു ഉപയോഗിക്കുന്ന പദം അല്ലെങ്കിൽ ഈ ഒരു വാക്യം ആരംഭിക്കുന്ന പദം അവർക്ക് എന്നുള്ളതാണ്, നിങ്ങൾക്ക് എന്നുള്ളതല്ല. എന്ന് പറയുമ്പോൾ തൻ്റെ ഈ പ്രസ്താവനയുടെ പ്രസക്തി അവർക്ക്, ലോകത്തിലുള്ള എല്ലാവർക്കും തുല്യമായി ബാധിക്കുന്നതാണ് എന്ന ഒരു അടയാളപ്പെടുത്തലിലാണ് ഈ പ്രസ്താവന ആരംഭിക്കുന്നതെന്ന് പലപ്പോഴും അവഗണിച്ചു പോകുകയാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം യേശുവിൻ്റെ ആത്മീയ ദർശനം ഒരു മതമായി രൂപീകരിക്കപ്പെട്ട ശേഷം ഒരു മതം അത് പലവിധമായ സഭകളെ ജനിപ്പിച്ചതുകൊണ്ട് ഓരോ സഭകളും അത് മാത്രമാണ് ആധികാരികം എന്ന ഒരു വിധത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത അവകാശവാദം ഉന്നയിച്ചപ്പോൾ അതിനെ സാധൂകരിക്കുന്നതിന് വേണ്ടി യേശു തങ്ങളുടെ സ്വകാര്യ സ്വത്താണ് എന്ന് നിർബന്ധം പിടിക്കുന്ന ഒരു ദുഃഖകരമായ, അപലപനീയമായ ഒരു സാഹചര്യം സംജാതമായി. അപ്പോൾ സഭകൾ
വളരും തോറും, സഭകളുടെ എണ്ണം കൂടുന്തോറും, യേശുവിൻ്റെ സുവിശേഷം വിവിധ സ്ഥലങ്ങളിലേക്ക് പടർന്നതിൻ്റെ ഫലമായി ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ, സമൂഹങ്ങളിൽ, സംസ്കാരങ്ങളിൽ സഭകൾ സ്ഥാപിക്കപ്പെട്ട് മുന്നോട്ട് പോകും തോറും അത് ഒരു വലിയ വിരോധാഭാസമാണ്. യേശുവിൻ്റെ ആത്മീയ ദർശനത്തിൻ്റെയും ദൂതിൻ്റെയും സാർവലൗകികത നന്നേ കുറയുകയും അവയൊക്കെയും വ്യത്യസ്തമായ സഭകളുടെ സ്വകാര്യ സ്വത്തായി തീരുകയും ചെയ്തു. ഇത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതിന്, മനസ്സിലാക്കേണ്ടതിന് ഒരിക്കൽ കൂടെ ആവർത്തിക്കുകയാണ്. യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ ഇസ്രയേലിൽ, പലസ്തീനിൽ, ഒരു ചെറിയ ഭൂപ്രദേശത്ത്, വളരെ ഇടുങ്ങിയ, വളരെ പരിമിതമായ ഒരു ഭൂപ്രദേശത്ത് പരിമിതപ്പെട്ട് നിന്നുകൊണ്ട് നിർവഹിച്ചു. അവിടെ നിന്ന് അത് ഭൂമിയുടെ നാനാഭാഗത്തേക്കും പടർന്ന് സഭകളുണ്ടായി. ഈ സഭകൾ യേശുവിൻ്റെ ആത്മീയ ദർശനം അനുസരിച്ച് ഉണ്ടായവയല്ല. അത് ഒരുപക്ഷെ ചരിത്രപരമായ അനിവാര്യതകളുടെ സമ്മർദ്ദം കൊണ്ട് സംഭവിച്ചതാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. കാരണം ഈ വിശ്വാസം, ഈ ആത്മീയ ദർശനം ലോകത്തിൻ്റെ അറുതി വരെയും പടരുമ്പോൾ അത് ഒരേ ഒരു സഭയായി യെരുശലേം കേന്ദ്രീകരിച്ച്, അല്ലെങ്കിൽ റോം കേന്ദ്രീകരിച്ച്, അല്ലെങ്കിൽ അന്ത്യോക്യ കേന്ദ്രീകരിച്ച് സ്ഥിതി ചെയ്യാൻ സാധ്യമല്ല. കാരണം വിവിധ സംസ്കാരങ്ങൾ, വിവിധ ഭാഷകൾ, വിവിധ ജാതികൾ ഇതുകൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ ഈ ദൂത് പടരും തോറും കൂടുതൽ കൂടുതൽ സഭകളുണ്ടാകാൻ എല്ലാ ന്യായവും ആവശ്യവുമുണ്ട്. മാത്രവുമല്ല, സഭകളുണ്ടായ ശേഷം സഭകൾ പിളരുന്നു. കാരണം അതിലുൾപ്പെട്ടു നിൽക്കുന്ന ആളുകളുടെ വ്യക്തിപരമായ താല്പര്യം, മോഹം, പ്രത്യേകിച്ച് അധികാരമോഹം, തങ്ങൾക്കും കസേര വേണം എന്ന ഒരു കൊതി, ഇതുകൊണ്ടും സഭകൾ പിളർന്നിട്ടുണ്ട്. അങ്ങനെ സഭകളുടെ പിളർച്ചയുടെ ന്യായീകരണത്തിൻ്റെ വചനത്തെ വളരെയധികം ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ചരിത്രപരമായ കാര്യങ്ങളാണ്. ഞാൻ അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൂടുതൽ വലിച്ചിഴയ്ക്കുന്നില്ല. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, വളരെ നിസ്സാരമായ ഒരു ഭൂപ്രദേശത്ത് ആരംഭിച്ച് അത് സാർവലൗകികമായ ഒരു ആത്മീയ ദർശനത്തിൻ്റെ ഉറവിടമായി എന്നിരിക്കെ, അവിടെ നിന്ന് ഈ നല്ല ദൂത്, ഈ സുവിശേഷം, ഈ ഗുഡ് ന്യൂസ് ഭൂമിയുടെ നാനാഭാഗത്തേക്ക് പടർന്നപ്പോൾ അതിൻ്റെ സാർവലൗകികത കൂടുകയല്ല, കുറയുകയാണ് ചെയ്തത്. ഇതിനെയാണ് ഞാൻ വിരോധാഭാസമെന്ന് ചിത്രീകരിക്കുന്നത്. Let me also say this in English, if that would help cultivate some clarity. When Jesus confined his ministry to Palestine, to the Jewish land, his vision and mission was universal. But as this good news spread to the end of the world, the universality of his vision, the universality of the way of Jesus Christ was compromised. And as more and more churches came up, his universality gave way to his message being claimed as a private property of individual churches. ഇതൊരു വലിയ സങ്കടകരമായ ചരിത്ര സത്യമാണ്. അതുകൊണ്ടാണ് നാം ഈ ഭാഗം ധ്യാനിക്കുമ്പോൾ അവർക്ക് ജീവനുണ്ടാകുവാനും എന്ന പ്രസ്താവനയിൽ അവർക്ക് എന്ന വാക്കിന് നാം പ്രത്യേകമായ ശ്രദ്ധ കൊടുക്കേണ്ടത്. ഇന്ന് ക്രിസ്തീയ ലോകത്തിൽ സംഭവിക്കേണ്ട അനിവാര്യമായ ഒരു തിരുത്തൽ, സങ്കുചിതമായ ചിന്തയിൽ നിന്ന്, ദർശനത്തിൽ നിന്ന് യേശു ലോകത്തിന് സംഭാവന ചെയ്ത സാർവലൗകികതയെ തിരിച്ചു കിട്ടത്തക്കവണ്ണം സഭാജീവിതത്തെ പരിശോധിക്കുകയും
പുനർജീവിക്കുകയും പുനഃസംഘടിപ്പിക്കുകയും ചെയ്യണം. അതില്ലാത്തിടത്തോളം കാലം സഭകൾ യേശുവിൻ്റെ ശരീരമാകുന്നു എന്ന് പറയുന്നത് തികച്ചും അസ്വീകാര്യമായ അസത്യമാണ് എന്ന് വിശ്വാസികൾ തിരിച്ചറിയണം. സർവലൗകികമായ ആത്മീയ ദൗത്യം, ആത്മീകമായ ദർശനം മനുഷ്യജാതിക്ക് പ്രദാനം ചെയ്യാൻ വന്ന യേശുവിൻ്റെ പേരിൽ ആ സാർവലൗകികതയെ 100% തിരസ്കരിച്ചുകൊണ്ട് പ്രാദേശികമായി മാത്രം ചിന്തിക്കുകയും പരോക്ഷ്യലായി മാത്രം താല്പര്യങ്ങൾ നിലനിർത്തുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസത്തിനും ഒരു സംവിധാനത്തിനും യേശുവിൻ്റെ ശരീരമാണ് എന്ന് പറയുവാൻ സാധ്യമല്ല. അല്ലെങ്കിൽ യേശു സഭയുടെ തലയാണെന്നും അല്ലെങ്കിൽ സഭ യേശുവിൻ്റെ ശരീരമാണെന്നും പറയുമ്പോൾ ഈ തലയും സഭയും തമ്മിൽ കാര്യമായ പൊരുത്തക്കേടുണ്ട് എന്ന യാഥാർത്ഥ്യം നമുക്ക് അടിവരയിട്ട് മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമാണ് എന്ന് വിശ്വാസികൾ, സഭയുടെ അടിമകളായി മാത്രം കഴിയുവാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇത് ദഹിക്കുകയില്ല എന്നെനിക്കറിയാം. എന്നാൽ അല്പമൊക്കെ ദൈവം നൽകിയ യുക്തിയും ബുദ്ധിയും അനുഭവ സമ്പത്തും ഉപയോഗിച്ച് ചിന്തിക്കുവാൻ ധൈര്യപ്പെടുന്ന ആളുകൾ ഈ ഒരു യാഥാർത്ഥ്യത്തെ, ഇത് ഞാൻ ഉണ്ടാക്കിയ കഥയല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്, ഈ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുവാൻ ശ്രമിക്കും എന്നതാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ അവർക്ക് നിങ്ങൾ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധിച്ചു നോക്കൂ. അതിൽ തുളുമ്പി നിൽക്കുന്നത്, തെളിഞ്ഞു നിൽക്കുന്നത് സർവ്വലൗകികതയാണ്. സർവ്വജനത്തിനും ഉണ്ടാകേണ്ട മഹാസന്തോഷം യഹൂദന് മാത്രമല്ല, ക്രിസ്ത്യാനിക്ക് മാത്രമല്ല, പ്രഭുക്കന്മാർക്ക് മാത്രമല്ല, സർവ്വജനത്തിനും ഉണ്ടാകേണ്ട മഹാസന്തോഷം എന്ന് പറഞ്ഞിട്ടാണ് ഈ രക്ഷണ്യ ദൗത്യത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത്. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ അല്ലെങ്കിൽ ഇഹലോക ദൗത്യത്തെ സൂചിപ്പിച്ചുകൊണ്ട് യോഹന്നാൻ പറയുന്നത് വചനം ജഡമായി തീർന്നു. വചനം ഒരു രാജ്യത്തിൻ്റെ പരിധിയിലും ഒരു മതത്തിൻ്റെ ചട്ടക്കൂടിലും ഒതുങ്ങി നിൽക്കുന്നതല്ല, അത് സാർവലൗകികമാണ്. ജഡവും സാർവലൗകികമാണ്. ക്രിസ്ത്യാനികൾക്ക് മാത്രമേ ജഡമുള്ളൂ. അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവപുത്രരാകുവാൻ ദൈവം അധികാരം കൊടുത്തു. ഏവർക്കും, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ. ആരെയും ഒഴിച്ചു നിർത്തുന്നില്ല. പക്ഷേ നമ്മുടെ മഹാത്മ്യമോ ഓരോ സഭയും എത്ര പ്രാഗൽഭ്യത്തോടെ മറ്റുള്ളവരെ ഒഴിച്ചു നിർത്താം, സഹവിശ്വാസികളെ ഒഴിച്ചു നിർത്താം. അതാണ് ഇവിടെ നടക്കുന്ന പ്രക്രിയകൾ. അപ്പോൾ ഈ ഒരു വലിയ പാളിച്ച സംഭവിച്ചു. അതുകൊണ്ടാണ് വാസ്തവത്തിൽ സഭയുടെ ഉള്ളിലേക്ക് കടക്കുവാൻ യേശുവിന് അനുവാദം ലഭിക്കാത്തത് എന്നുകൂടെ. യേശുവിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന സഭയുടെ ഉള്ളിലേക്ക് യേശുവിന് കാലുകുത്താൻ അനുവാദമില്ല എന്ന ഈ വിരോധാഭാസം ഇന്ന് നാം തിരിച്ചറിഞ്ഞേ മതിയാകുകയുള്ളൂ. ഞാൻ ഇതിനെപ്പറ്റി വളരെയധികം സംസാരിക്കാനുണ്ട്. പക്ഷേ മുൻപോട്ട് പോകേണ്ട ആവശ്യം കൊണ്ട് ഞാൻ ഈ ഭാഗം വിടുകയാണ്. രണ്ടാമതായി പറയുന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും. പ്രിയമുള്ളവരെ, നമുക്കറിയാം വേദപുസ്തകത്തിൽ പ്രത്യേകിച്ച് യേശുവിൻ്റെ ദർശനത്തിൽ ജീവൻ എന്നതിന് ഒരു വളരെ ശ്രദ്ധേയമായ വ്യക്തമായ ഒരു പരിഭാഷയുണ്ട്. മനുഷ്യൻ്റെ ജീവൻ അവൻ്റെ സമ്പത്തുക്കളുടെ ആകത്തുകയല്ല എന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. A man's life does not consist in the abundance of his possessions. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കണം. അപ്പോൾ ജീവിക്കുക എന്ന പദം കൊണ്ട്, എന്ന അവസ്ഥ കൊണ്ട് ആത്മീകമായ കാഴ്ചപ്പാടിൽ ഉദ്ദേശിക്കുന്ന അവസ്ഥ ഭൗതികമായ കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നത് വളരെ വളരെ ലളിതമായ ഒരറിവാണ്. ഈ അറിവില്ലാത്ത ആരും തന്നെ ഉണ്ടാകുകയില്ല. പക്ഷേ ആ അറിവിനെ ഏത് വിധത്തിൽ നാം പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അതിൻ്റെ പ്രത്യേകമായ കാരണം മനുഷ്യ സൃഷ്ടിയുടെ പ്രത്യേകതയാണ്. ഇപ്പോൾ നാം മതമങ്ങ് മാറ്റിവെച്ചാലും ശാസ്ത്രീയമായി നോക്കിയാലും മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്. അവർ ബോധതലങ്ങളിലുള്ള വ്യത്യാസം, ഡിഗ്രി ഓഫ് അവെയർനെസ്. അപ്പോൾ നമുക്ക് തീരെ അവെയർനെസ് അല്ലെങ്കിൽ ബോധമില്ല എങ്കിൽ നമുക്ക്
വയറ് സന്തോഷിപ്പിച്ച് വയറിൻ്റെ സന്തോഷം കൊണ്ട് മാത്രം ജീവിക്കാം. അങ്ങനെ വയറിൻ്റെ സന്തോഷത്തിൽ പരിമിതപ്പെട്ട് ജീവിക്കുന്നൊരു വ്യക്തിയുടെ വ്യക്തിത്വം വളരെ വളരെ ചുരുങ്ങി അത് മൃഗതുല്യമായി തീരും. അതിൻ്റെ നല്ല ഉദാഹരണമാണ് നഷ്ടപ്പെട്ടു പോയ മകൻ, മുടിയനാപുത്രൻ്റെ ഉപമ. അവൻ്റെ പിതാവിനെ ഉപേക്ഷിച്ച് അവൻ്റെ ദുസ്വാതന്ത്ര്യത്തെ അനുഗമിച്ച് ദൂരദേശത്തേക്ക് പോയി. അവൻ നന്നേ സുഖിച്ച് ജീവിച്ചു. ആ സുഖം കൂടുന്തോറും അവൻ്റെ വ്യക്തിത്വം ശോഷിച്ച് അവൻ്റെ വയറിനോട് സമമായി തീർന്നു. അതുകൊണ്ടാണ് അവസാനം പന്നികളുടെ മധ്യത്തിലിരുന്ന് വാളവര തിന്നേണ്ട ഗതികേട് വന്നത്. കാരണം പിന്നെ അവശേഷിക്കുന്നത് വയറാണ്. ഈ വയറിൽ എന്ത് നിറച്ചാലും മതിയല്ലോ. പക്ഷേ ആ അരിഷ്ടതയിൽ അവൻ്റെ ഉള്ളിൽ ഒരു പുതിയ ജനനമുണ്ടാകുകയാണ്. അവന് ബോധമുദിച്ചു എന്നാണ് അവിടെ പറയുന്നത്. അവന് ബോധമുദിച്ചു. ഈ ബോധമാണ് മൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് ആത്മീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന് മനുഷ്യൻ്റെ ബോധതലങ്ങളെ വികസിപ്പിക്കുക എന്നുള്ളതാണ്. അതിനുതകുന്ന എന്തും നമുക്ക് സ്വീകാര്യമായി തീരണം. എന്നാൽ ആധുനിക സംസ്കാരം ചെയ്യുന്നത് അത് ആധുനിക സംസ്കാരത്തിൻ്റെ ഒരു വിരോധാഭാസമാണ്. ഇപ്പോൾ സാർവലൗകികമായൊരു സംസ്കാരം, ഒരു ഗ്ലോബൽ ഓർഡറൊക്കെ ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ ഈ ഗ്ലോബാലിറ്റി കൂടുന്തോറും മനുഷ്യൻ്റെ ബോധതലം ചുരുങ്ങിയാണ് വരുന്നത്. കാരണം ഇതിൽ കൂടെ പ്രസരിപ്പിക്കപ്പെട്ട സംസ്കാരം ഉപഭോക്തൃ സംസ്കാരമാണ്. ഉപഭോക്തൃ സംസ്കാരത്തിൽ മനുഷ്യൻ അവൻ്റെ വ്യക്തിത്വം വയറിന് സമമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നു. തൽഫലമായി മൃഗതുല്യമായ ഒരവസ്ഥയിലേക്ക് അവൻ താണുപോകുന്നു. ഇത് നാം ഇപ്പോൾ ജീവിക്കുന്ന ഈ യുഗത്തിൻ്റെ ഈ സംസ്കാരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് ബൃഹത്തായ ഒരു വിഷയമാണ്. ഞാൻ കൂടുതൽ അത് പ്രതിപാദിക്കാൻ പോയാൽ സമയം നന്നേ കൈവിട്ടു പോകും. ഞാൻ അതുകൊണ്ട് അവിടെ നിന്നും പിന്മാറുകയാണ്. അപ്പോൾ ജീവിക്കുക എന്നാൽ എന്താണ്, ജീവിക്കുക എന്ന പ്രക്രിയയിൽ ഉൾപ്പെടേണ്ടത് എന്താണ് എന്നതിനെ പറ്റിയുള്ള ഒരു ചിന്ത നമുക്കുണ്ടാകണം. നാം യഥാർത്ഥത്തിൽ ജീവിക്കുന്നുണ്ടോ, അതോ നാം നാളുകൾ വല്ല വിധേനയും ഉന്തി തള്ളി കഴിക്കുകയാണോ? ജീവിക്കുക എന്ന വാക്കുകൊണ്ട്, ക്രിയ കൊണ്ട് നാം എന്താണ് മനസ്സിലാക്കുന്നത്? അതിന് യേശുവിൻ്റെ ദർശനവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന ഒരു ചോദ്യം മാത്രം ചോദ്യമായിട്ട് നിങ്ങളെ ഏൽപ്പിച്ചിട്ട് ഞാൻ അല്പം കൂടെ മുൻപോട്ട് പോവുകയാണ്. അപ്പോൾ മനുഷ്യനായി ജീവിക്കുക, ഇപ്പോൾ മൃഗങ്ങൾ ജീവിക്കുന്നു, പക്ഷികൾ ജീവിക്കുന്നു, ജീവജാലങ്ങൾ ജീവിക്കുന്നു. അവയ്ക്കൊക്കെയും വലിയ വലിയ വിലയും മാഹാത്മ്യമുണ്ട്. അവയുടെ മാഹാത്മ്യം അല്പം പോലും കുറയ്ക്കുവാൻ എനിക്ക് താല്പര്യമില്ല. അതല്ല എൻ്റെ ലക്ഷ്യം. പക്ഷേ മനുഷ്യനൊരു പ്രത്യേകതയുണ്ട് എന്നുള്ളത് മതവും ശാസ്ത്രവും ഒന്നുപോലെ സമ്മതിക്കുന്നതാണ്. ആ പ്രത്യേകതയെ കൂടെ കണക്കിലെടുത്ത് നാം ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെയും താല്പര്യങ്ങളെയും ലക്ഷ്യങ്ങളെയും സജ്ജീകരിക്കുമ്പോൾ മാത്രമേ നാം ജീവിക്കുന്നു എന്ന അവകാശപ്പെടുവാൻ സാധ്യമാകുകയുള്ളൂ. അത് അത്രമാത്രമാണ് തൽക്കാലം എനിക്കിതിനെപ്പറ്റി പറയാൻ. അതിനുശേഷം യേശു പറയുന്നു, ജീവിച്ചാൽ മാത്രം പോരാ, സമർത്ഥമായി ജീവിക്കണം. ഈ സമർത്ഥമായ ജീവൻ ഇത് പ്രാപിപ്പാൻ നമുക്ക് കഴിയണം. ഇതിൻ്റെ പ്രത്യേകത എന്താണ് എന്നത് മാത്രം സൂചിപ്പിച്ച് അടുത്ത 12 മിനിറ്റിൽ ഞാൻ ഈ ധ്യാനം അവസാനിപ്പിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് വളരെ വ്യക്തമായി ഇത് സാർവലൗകികമായ മനുഷ്യജാതിയുടെ ലക്ഷ്യമായി യേശു ഉയർത്തിപ്പിടിക്കുന്നു? ഇത് ഞാൻ ഈ അടുത്ത കാലങ്ങളിൽ നടത്തിയിട്ടുള്ള 3-4 വീഡിയോകൾ പ്രതിപാദിക്കുന്ന മനുഷ്യനും മരണവും എന്ന ആ ഒരു ചിന്താശകലത്തോട് ചേർത്ത് ഞാൻ ചിന്തിക്കാൻ പോവുകയാണ്. ഇതിനെ പല വിധത്തിൽ ചിന്തിക്കാം, 1000 വിധത്തിൽ ചിന്തിക്കാം. അത്രമാത്രം അർത്ഥതലങ്ങളുള്ള ഒരു പ്രസ്താവനയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സാധാരണ ഒരിക്കലും നമ്മുടെ ഇടയിൽ ചെയ്തിട്ടില്ലാത്തതുപോലെ മരണവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം, മനുഷ്യനും നിത്യതയും തമ്മിലുള്ള ബന്ധം, ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ ഈ ഒരു ആശയം, സമൃദ്ധമായ ജീവൻ എന്ന ആശയം ഞാൻ ഒന്ന് പരിഗണിക്കാൻ പോവുകയാണ്. ഈ യാത്രയിൽ നിങ്ങൾ സജീവമായി പങ്കെടുക്കും എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. നാം ജീവിക്കുമ്പോൾ പല വിധത്തിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളെയൊക്കെയും കണ്ടുമുട്ടാൻ കഴിഞ്ഞ കുറഞ്ഞ പക്ഷം 1/2 നൂറ്റാണ്ടിലെ
എൻ്റെ പബ്ലിക് ലൈഫിൽ ഇടയായിട്ടുണ്ട് എന്നതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി വസ്തുനിഷ്ഠമായി ചിന്തിക്കാൻ ഇടയാകുന്നുണ്ട്. ചില ആളുകൾ ഭൂതകാലത്തിൽ മാത്രം ജീവിക്കുന്നവരാണ്. ഭൂതകാലം, ആ ഭൂതകാലത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് മുൻപോട്ട് പോകുവാൻ അവർക്ക് സാധ്യമല്ല. അവരോട് സംസാരിക്കുമ്പോൾ എപ്പോഴും ഒരു പുറകോട്ട് നമ്മളെ വലിച്ചുകൊണ്ട് പോകും. എത്ര ശ്രമിച്ചാലും അവർ ആ ഭൂതത്തിൻ്റെ പിടിയിൽ നിന്ന് അവർ ഭൂതഗ്രസ്തരാണ്, ഭൂതകാല ഗ്രസ്തരാണ്, ഭൂതകാലത്താൽ പിടിക്കപ്പെട്ടവരാണ്. അവർ തന്നെ അവിടെ കൊണ്ട് കെട്ടിയിട്ടിരിക്കുകയാണ്. ചിലരുണ്ട് ഭാവിയിൽ മാത്രം ജീവിക്കുന്നവർ. ഞാൻ അവിടെ അടുത്ത വർഷം ഞാനത് ചെയ്യും, 5 വർഷം ഒന്ന് കഴിഞ്ഞോട്ടെ, അപ്പം ഞാൻ ഒരു പരിശ്രമം നടത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഓരോ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് നീ ഇപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ വിലസി നടന്നു, മിനുങ്ങിക്കും, ഷൈൻ ചെയ്തു, ഒരു 10 വർഷം ഒന്ന് കഴിഞ്ഞോട്ടെ. അപ്പോൾ അങ്ങനെ അധികം ആളുകളല്ല, ഭൂരിപക്ഷം ആളുകളും ഭൂതത്തിൽ ജീവിക്കുന്നവരാണ്. അപ്പോൾ നമ്മുടെ ജീവിതം വർത്തമാനകാലത്താണ്. ഈ വർത്തമാനകാല ജീവിതത്തിലാണ് എന്തെങ്കിലും ചെയ്യാനുള്ള അവസരമോ ചുമതല ഏറ്റെടുക്കേണ്ട കാര്യമോ വെല്ലുവിളികളെ അഭിമുഖീകരിക്കേണ്ട യാഥാർത്ഥ്യമോ ഒക്കെ നിലനിൽക്കുന്നത്. അവസരങ്ങളും അനുഭവങ്ങളും ഈ വർത്തമാനകാലത്തിലാണ്. എന്നാൽ അതിനോട് സമരസപ്പെടാതെ അതിൽ നിന്ന് വല്ല വിധേയനും രക്ഷപ്പെടാനായിട്ട്, ഇത് മനുഷ്യൻ്റെ മനഃശാസ്ത്രപരമായ വൈകല്യമാണ്. മനുഷ്യർ ഉപയോഗിക്കുന്ന 2 തന്ത്രമാണ്. ഒന്നിൽ ഭൂതകാലത്തിലേക്ക് മടങ്ങിപ്പോവുക, അല്ലെങ്കിൽ ഭാവിയിലേക്ക് മാക്രി ചാടുന്ന ഒരു ചാട്ടം ചാട്. 2 വിധത്തിലും ഈ വർത്തമാനകാലത്ത് നിന്ന് പറിച്ചു മാറ്റുക. കാരണം അങ്ങനെയാണെങ്കിൽ ചുമതലയില്ല, ഉത്തരവാദിത്വബോധമില്ല, വെല്ലുവിളികളില്ല, ക്ലേശമില്ല, വല്ല വിധേയയും നാളുകൾ ഇങ്ങനെ ഉന്തിത്തള്ളി കഴിയാൻ സാധിക്കും എന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ മനുഷ്യ ജീവിതം ഈ ഭൂമിയിൽ നിർവിഘ്നം തുടരാൻ സാധിക്കുന്നത് നാം ഭൂതകാലത്തിൽ മറഞ്ഞിരിക്കുമ്പോഴോ ഭാവിയിൽ പോയി ഒളിച്ചിരിക്കുമ്പോഴോ അല്ല. ഇന്നേ ദിവസം, ഗിവ് us this day our daily bread, ഇന്നത്തെ ആഹാരം ഞങ്ങൾക്ക് നൽകണമേ. ഇന്നേ ദിവസം സംഭവിക്കാവുന്ന അനീതികളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. Forgive us our sins and deliver us from evil. ഞങ്ങളുടെ കുറ്റങ്ങളെ ക്ഷമിച്ച് ഞങ്ങളെ ദുഷ്ടനിൽ നിന്ന് രക്ഷിക്കണമേ. അത് ഇപ്പോഴാണ്, നാളെയല്ല, മറ്റന്നാളല്ല, 50 വർഷം കഴിഞ്ഞിട്ടില്ല, ഇന്നത്തെ ദിവസം. അപ്പോൾ ഇത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നാം ജീവിക്കുമ്പോൾ ഒരു ദിവസം പോലും ഭാവി എന്താണ് എന്ന് വ്യക്തമായിട്ട് അറിഞ്ഞിട്ടല്ല നാം ജീവിക്കുന്നത്. ഭാവിയെപ്പറ്റി, നാളെയെപ്പറ്റി ആർക്കും അറിവില്ല. എന്നാൽ ഭാവിയോട് ബന്ധം പുലർത്താനായി ദൈവം നമുക്കൊരു ഉപാധി നൽകിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് വിശ്വാസം എന്നുള്ളത്. പക്ഷേ ആ വിശ്വാസം യഥാർത്ഥത്തിൽ അർത്ഥവത്താകുന്നത് ഈ വർത്തമാനകാലത്തിലാണ്. വർത്തമാനകാലത്തിൽ നാം എങ്ങനെ ജീവിക്കുന്നു, എത്ര അർത്ഥവത്തായി, കർമ്മോത്സുകരായി, ദൗത്യബോധത്തോടെ, ദൈവത്തോടുള്ള ഉത്തരവാദിത്വ ബോധത്തോടെ ജീവിക്കുന്നു എന്നതിനെ ആസ്പദമാക്കി മാത്രമേ ഭാവിയോട് ബന്ധപ്പെടുവാനായി നമുക്ക് നൽകിയിരിക്കുന്ന ഉപാധിയായ വിശ്വാസത്തിന് പ്രസക്തി ഉണ്ടാകുകയുള്ളൂ. ഇപ്പോൾ യാതൊരു ലക്ഷ്യബോധവുമില്ലാതെ അർത്ഥശൂന്യമായ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് വിശ്വാസമുണ്ടാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ അടിമകളായി കഴിയുന്നു, ഒരു വ്യക്തിയുടെ അടിമയായി കഴിയുന്നു, സ്വന്തം ജീവിതത്തിൻ്റെ മാഹാത്മ്യവും സാധ്യതയും തിരിച്ചറിയാതെ ഏതാണ്ടിൻ്റെയൊക്കെയോ അടിമയായി കഴിയുന്ന, ഇത്തിള് പോലെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് വിശ്വാസമുണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്? നമ്മുടെ ഓരോരുത്തരുടെയും സഭാജീവിതം ഇത്തിളുകളുടെ ജീവിതമാണ് എന്ന് നാം തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വാസമുണ്ടോ ഇല്ലയോ നമുക്ക് അറിഞ്ഞുകൂടാ.
നാം വിചാരിച്ചിരിക്കുന്നത് സഭയോട് ഉള്ള നമ്മുടെ സമർപ്പണം, വിധേയത്വം, അതാണ് വിശ്വാസമെന്നാണ്. അതിൽ വിശ്വാസം അല്പം പോലുമില്ല എന്നതാണ് സത്യം. അത് കൂടുതലായി നിങ്ങൾ ചിന്തിക്കാൻ വിട്ടുതരികയാണ്. അപ്പോൾ നാളെയോട് എനിക്ക് ഏതെങ്കിലും വിധത്തിൽ ബന്ധം പുലർത്തണമെങ്കിൽ അത് നാളെ എന്നുള്ളത് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. എനിക്കത് അറിയാൻ വയ്യായെങ്കിലും അതെൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. എപ്രകാരം ഭൂതകാലം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണോ അതുപോലെ തന്നെ ഭാവിയും എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഭൂതകാലത്തോട് ഞാൻ ബന്ധം പുലർത്തുന്നത് ഓർമ്മകളിൽ കൂടെയാണ് എങ്കിൽ ഭാവി കാലത്തോട് ഞാൻ ബന്ധം പുലർത്തുന്നത് വിശ്വാസത്തിൽ കൂടെയാണ്. അപ്പോൾ ഓർമ്മയും വിശ്വാസവും ഈ ഓർമ്മയും വിശ്വാസവും ഒന്നായിത്തീരുന്നതാണ് സക്രമന്റ്. ഓർമ്മയും വിശ്വാസവും ഒന്നായിത്തീരുന്നതാണ് യേശുവിൻ്റെ അന്ത്യ അത്താഴത്തെ അനുസ്മരിക്കുന്ന സക്രമന്റ്. അതിനേക്കാൾ സരളമായ എന്നാൽ പര്യാപ്തമായ ഒരു വിവക്ഷ എനിക്ക് നിങ്ങൾക്ക് നൽകാൻ കഴിയുകയില്ല. ആർക്കെങ്കിലും നിങ്ങൾക്ക് നൽകാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. ഇത് കൂടുതലായി നിങ്ങൾ ധ്യാനിക്കണമേ എന്ന് ഞാൻ 2 കൈകൂപ്പി അഭ്യർത്ഥിക്കുകയാണ്. ഓർമ്മയും വിശ്വാസവും, അതുകൊണ്ടാണ് ഇതിൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യുവീനെന്ന് പറയുന്നത്. ഈ ഓർമ്മയും വിശ്വാസവും തമ്മിൽ ബന്ധമുണ്ട്. എല്ലാ ഓർമ്മകളും അനുഭവങ്ങളിൽ നിന്ന് മാത്രമാണ്. ശൂന്യത ഒരു ഓർമ്മയെയും ജനിപ്പിക്കുന്നില്ല. അപ്പോൾ ഇത് സക്രമന്തിൽ ഓർമ്മയും വിശ്വാസവും ഒന്നുപോലെ സമ്മേളിക്കുന്നുണ്ട്. അതെൻ്റെ മുഖ്യ വിഷയമല്ലാത്തത് കൊണ്ട് അതിപ്രാധാന്യം അർഹിക്കുന്നതാണ് എങ്കിലും ഞാൻ തൽക്കാലം അത് മാറ്റിവെക്കാം. ഇനിയും നാം നമ്മുടെ ഓരോ ദിവസവും ജീവിച്ചത് അന്നേ ദിവസം അതിൽ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ്. അന്നത്തെ കർത്തവ്യങ്ങൾ നിർവഹിച്ചു. അന്നത്തെ ചുമതലകൾ നമുക്ക് ലഭിച്ച കൃപയുടെ ബാഹുല്യമനുസരിച്ച് നിർവഹിക്കാൻ നാം ശ്രമിച്ചു. നമ്മുടെ അവസരങ്ങൾ നാം ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ജീവിതം ഫലഭൂഷ്ടമായി തീരുവാൻ നാം അധ്വാനിച്ചിട്ടുണ്ട് എങ്കിൽ, അതുകൊണ്ട് ഈ ഒരു ആശയത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾ യേശുവിൻ്റെ ഉപമകൾ ഒന്ന് പരിഗണിച്ചാൽ അത്ഭുതങ്ങളിൽ അത്ഭുതമായി അത് നിങ്ങളുടെ അനുഭവമായി തീരും. അപ്പോൾ ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥയെങ്കിൽ ഇങ്ങനെ മാത്രമാണ് നമ്മുടെ സമൃദ്ധമായ ജീവൻ പ്രാപിക്കുന്നത് എങ്കിൽ, അതായത് സമൃദ്ധമായ ജീവൻ പ്രാപിക്കണമെങ്കിൽ ഇന്നേ ദിവസത്തിൻ്റെ പൂർണ്ണത അന്വേഷിക്കണം. അല്ലാതെ മറ്റ് യാതൊരു മാർഗവുമില്ല. ആ പൂർണ്ണത അനുഭവിക്കുമ്പോൾ അതിന് തക്കതായ പര്യാപ്തമായൊരു ദർശനം, ഒരു ബോധം നമുക്കുണ്ടാകണം. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കടലാസ് കഷ്ണം അതിനെപ്പറ്റി നമുക്ക് ഒരു 100 വിധത്തിൽ ബോധമുണ്ടാകും നമ്മുടെ അനുഭവങ്ങളനുസരിച്ച്. ഒരു എഴുത്തുകാരൻ ഒരു പേന അവിടെ കിടക്കുന്ന കണ്ടാൽ അവൻ ആ പേനയെ അനുഭവിക്കുന്നതും എഴുതാനോ പുസ്തകം വായിക്കാനോ അല്പം പോലും താല്പര്യമില്ലാത്തൊരു അതേ പേന അവിടെ കിടക്കുന്നത് കണ്ടാൽ അവൻ അതിനെ എങ്ങനെ അനുഭവിക്കുന്നതിൽ വ്യത്യാസമുണ്ടാകുമോ എന്നുള്ളൊരു വല്ല സംശയമുണ്ടോ? അതാണ് ഞാൻ പറയുന്നത്. അത് ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും എല്ലാ അംശങ്ങളെ പറ്റിയും അന്വർത്ഥമാണ്. ഒരു കല്ല് അവിടെ കിടന്നാൽ, ഒരു ഇല അവിടെ നിന്ന് കാറ്റിലാടിയാൽ, ഒരു മുകുളം അവിടെ വിടർന്നാൽ, ഒരു പക്ഷി ഇതിലെ പറന്നുപോയാൽ, അങ്ങ് അകലെ ഒരു പട്ടി കുരച്ചാൽ അത് എന്നിൽ ഉയർത്തുന്ന അനുഭവങ്ങൾ എന്താണ്? അത് സമൃദ്ധമാണ്. ആകണം അങ്ങനെ ജീവിക്കുന്നവർ. അപ്പോൾ അത് സാധിക്കണമെങ്കിൽ ഞാൻ ഈ ആദ്യം പറഞ്ഞ 2 കൂട്ടരില്ലേ, ഭൂതം പിടിച്ചവർ, ഭാവിയിലേക്ക് മാക്രി പോലെ ചാടുന്നവർ, ഇവർക്ക് സാധ്യമല്ല. വർത്തമാനകാലത്ത് ഇന്ന് അതിൻ്റെ സാധ്യതകൾ ദൈവികമായ കണ്ണിൽ കൂടെ നോക്കി ഇതിൻ്റെ നല്ല സാധ്യതകൾ വ്യക്തമായി മനസ്സിലാക്കി അതിൻ്റെ പൂർണ്ണത പ്രാപിക്കത്തക്കവണ്ണം വിശ്വാസത്തിൻ്റെ പ്രസരിപ്പിൽ ഏറ്റവും ആവേശത്തോടുകൂടെ ജീവിതം നയിക്കുന്ന വ്യക്തികൾ മാത്രമേ സമൃദ്ധമായ ജീവൻ അനുഭവിക്കും. ഇതിൻ്റെ ഉദാഹരണമാണ് യേശു. അവൻ ഓടി നടന്ന് നന്മ ചെയ്തു. 3.5 വർഷം കൊണ്ട് നസറേനായ യേശു നേടിയ അനുഭവങ്ങൾ, നൽകിയ നന്മകൾ, നമുക്ക് പൈതൃകമായി നൽകിയ വലിയ വിശ്വാസത്തിൻ്റെ ചരിത്രം, അതിൻ്റെ സാഹസികത, അതിൻ്റെ മാഹാത്മ്യം,
അതിൻ്റെ അത്ഭുതാവഹമായ പ്രസക്തി, ഇത് നമ്മെ അത്ഭുതപ്പെടുത്തുന്നതല്ലയോ? അതാണ് സമൃദ്ധമായ ജീവൻ. അപ്പോൾ ഇനിയും നമ്മുടെ നിത്യതയിലേക്ക് ഞാൻ അല്പം ഒന്ന് വിരൽ ചൂണ്ടാൻ പോവുകയാണ്. ഇപ്പോൾ തന്നെ സമയം അതിക്രമിച്ചു എന്ന് എനിക്കറിയാം. എന്നാലും നാം ഈ ലോകത്തിൽ ജീവിച്ചത്, സമൃദ്ധമായി ജീവിച്ചത് ഭാവിയെ അറിഞ്ഞുകൊണ്ടല്ല. ഭാവിയോട് നമുക്ക് ബന്ധമുണ്ടായിരുന്നു. അത് വിശ്വാസത്തിൻ്റെ ബന്ധമാണ്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. അങ്ങനെ മാത്രമേ നമുക്ക് നിത്യതയോട് ബന്ധം പുലർത്തുവാൻ സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിത്യത എങ്ങനെയായിരിക്കും, അതിൻ്റെ ഓരോ വിശദാംശങ്ങൾ എന്തായിരിക്കും? സ്വർഗത്തിൽ ചെന്നാൽ അവിടുത്തെ നടപ്പാതകൾ സ്വർണം കൊണ്ട് പൂശിയതാണോ? അവിടെ എന്തെല്ലാം രത്നക്കല്ലുകൾ പതിച്ചിരിക്കുന്നു? അവിടെയുള്ള മണിമാളികളത്തെ മുറിയുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആത്മീകമായ ഏറ്റവും ഉന്നതമായ പൊട്ടത്തരമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ. കാരണം നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ നാളെയുടെ മുഖം നാം കണ്ടിട്ടില്ല, ആർക്കും കാണാൻ സാധിക്കില്ല. എന്നിട്ട് നാം ജീവിക്കുന്നില്ലേ? നാളെ എന്താണ് എന്നെനിക്ക് പൂർണ്ണമായിട്ട് അറിഞ്ഞിട്ടേ ഞാൻ ഇന്ന് ജീവിക്കുകയുള്ളൂ എന്ന് പറയുന്നവൻ ഇന്ന് മരിച്ചു പോകും. അത് ഈ ലോകത്തിൽ പ്രസക്തമാണെങ്കിൽ എന്തുകൊണ്ട് അതേ മർമ്മം വരുന്ന ലോകത്തിൽ പ്രസക്തമാകുന്നില്ല? അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മളിൽ ആരെങ്കിലും വരുവാനുള്ള ലോകത്തെപ്പറ്റി ചിന്താക്കുഴപ്പത്തിലായിരിക്കുന്നുവെങ്കിൽ, അതിൻ്റെ സൂക്ഷ്മമായ ഡീറ്റെയിൽസ് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് വിമിഷ്ടപ്പെടുന്നുവെങ്കിൽ, അതിന് തെളിവില്ലാത്തത് കൊണ്ട് അന്താളിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. നാം എപ്രകാരം ഈ ലോകത്തിൽ നമുക്ക് നൽകിയ ഈ ജീവിതം നയിക്കുമ്പോൾ നാളെയെപ്പറ്റി അറിയാതെ സുന്ദരമായി ജീവിക്കുന്നുവോ, അതുപോലെ തന്നെ മരണശേഷവും ഉള്ള ജീവിതത്തെപ്പറ്റി, അതാണല്ലോ നമ്മുടെ നിത്യതയുടെ നാളെ, അതിനെപ്പറ്റി വ്യക്തമായി അറിയേണ്ട കാര്യമില്ല. നാം ആകെപ്പാട് ചെയ്യേണ്ട, അതാണ് യേശു പറയുന്നത്, നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധമായ ജീവൻ ഉണ്ടാകുവാനും ഞാൻ വന്നു. അതിൻ്റെ ഗുണഫലം സ്വീകരിപ്പാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, നിങ്ങൾ ഈ സമൃദ്ധമായ ജീവൻ എന്ന അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ കൂട്ടാക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ നിത്യജീവൻ നിശ്ചയമാണ്. ഞാൻ ഉറപ്പ് തരുന്നു. ഈ കാലത്ത് മോദിയുടെ ഗ്യാരണ്ടി, ഒത്തിരി ഗ്യാരണ്ടിക്ക് നമുക്ക് വന്നുകൊണ്ടിരിക്കുക. അതുപോലത്തെ ഗ്യാരണ്ടി അല്ല ഇത്. ഞാൻ ഉറപ്പ് തരുന്നു, നിങ്ങൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഇന്നേ ദിവസം സമൃദ്ധമായ ജീവൻ എന്ന ആ ഒരു വലിയ അനുഭവം, അതിൻ്റെ വ്യാകരണം, അതിൻ്റെ അച്ചടക്കം, ഉള്ളടക്കം, അതിൻ്റെ ശ്രദ്ധ, അതിൻ്റെ ആവേശം, അതിൻ്റെ ഫലഭൂയിഷ്ഠത, അത് നിങ്ങൾ അനുഭവിച്ചാൽ മതി. ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം. ഇവിടെയാണ് ഞാൻ എൻ്റെ പ്രത്യാശയും ആശ്വാസവും സ്ഥാപിച്ചിരിക്കുന്നത് എന്ന ഏക സാക്ഷ്യത്തോടെ, ഇനിയും അധികം പറയാനുണ്ടെങ്കിലും ഈ ധ്യാനം ഞാൻ അവസാനിപ്പിക്കുന്നു. ഞായറാഴ്ച തോറുമുള്ള ഈ ധ്യാന പരമ്പരയിൽ വളരെ താല്പര്യത്തോടും ശ്രദ്ധാപൂർവവും പങ്കെടുക്കുന്ന നിങ്ങൾക്കേവർക്കും എൻ്റെ പ്രത്യേകമായ നന്ദിയും ബഹുമാനവും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഏവരുടെയും മേൽ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ.